നാളെയാണ് ലോട്ടറിയുടെ നറുക്കെടുപ്പ്. ലോട്ടറിയുടെ ഫസ്റ്റ് പ്രൈസ് 25 കോടി രൂപ. വാവ്, കേൾക്കുമ്പോൾ തന്നെ ഞെട്ടിപ്പിക്കുന്ന ഒരു തുകയല്ലേ? പക്ഷേ അത് കേൾക്കാൻ മാത്രമേ 25 കോടിയുള്ളൂ. യാഥാർത്ഥ്യം എന്താണെന്ന് നമുക്കൊന്ന് നോക്കാം. ആദ്യം 25 കോടിയിൽ നിന്ന് 10% കമ്മീഷൻ കുറയുന്നു. അതായത് 2 കോടി 50 ലക്ഷം രൂപ. ഇപ്പോൾ കയ്യിൽ ബാക്കിയാകുന്നത് 22 കോടി 50 ലക്ഷം രൂപ. അടുത്തതായി ഇതിൽ നിന്ന് 30% ടാക്സ് പിടിക്കുന്നു. 22.5 കോടിയുടെ 30% ഏകദേശം 6 കോടി 75 ലക്ഷം രൂപയാണ്. പിന്നീട് കയ്യിൽ അവശേഷിക്കുന്നത് 15 കോടി 75 ലക്ഷം രൂപയാണ്. ഇവിടെ കാര്യങ്ങൾ തീർന്നിട്ടില്ല. ഇതിനു പുറമെ 25% സർചാർജ് കൂടി വരുന്നുണ്ട്. അതും കൂടി നോക്കിയാൽ ഏകദേശം 1 കോടി 68 ലക്ഷത്തി 75,000 രൂപയാണ്. അതിനു മേൽ 4% സെസ് കൂടി, അത് 33 ലക്ഷത്തി 75,000 രൂപ. അങ്ങനെ എല്ലാം ചേർത്ത് നോക്കുമ്പോൾ നിങ്ങൾ കൊടുക്കേണ്ട തുക ഏകദേശം 8 കോടി 75 ലക്ഷത്തി 50,000 രൂപ. അപ്പോൾ 25 കോടി രൂപയുടെ സമ്മാനം കിട്ടിയാൽ കമ്മീഷൻ, ടാക്സ്, സർചാർജ്, സെസ് എല്ലാം കുറച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ കയ്യിൽ കിട്ടുന്നത് 13 കോടി 72 ലക്ഷത്തി 50,000 രൂപ മാത്രമാണ്. അതായത് 25 കോടി എന്ന് കേൾക്കുമ്പോൾ തോന്നുന്ന പോലെ വലിയൊരു തുക ഒറ്റക്കെട്ടായി നിങ്ങൾക്ക് ലഭിക്കില്ല. വലിയ തുക കിട്ടുമ്പോൾ അതിന്റെ വലിയൊരു ഭാഗം നിയമപരമായ ബാധ്യതകൾക്ക് പോകുന്നു. അതുകൊണ്ട് ലോട്ടറി വിജയിച്ചാലും ആ പണം സൂക്ഷിച്ച് കൈകാര്യം ചെയ്യുക, വിദഗ്ധരുടെ ഉപദേശം വാങ്ങുക. അപ്പോൾ മാത്രമേ ആ നേട്ടം ജീവിതത്തിൽ സ്ഥിരമായി നിലനിർത്താൻ നിങ്ങൾക്ക് കഴിയുകയുള്ളൂ.